വാക്കുകൾ കേട്ട് താങ്കൾ ഇനിയും അസത്യങ്ങളാണ് വിളിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ ഞാൻ മറുപടി പറയുന്നതിനേക്കാൾ കൂടുതൽ ഡോക്ടർ സൗമ്യ അതിന് മറുപടി പറയുകയും, കാരണം ഞാൻ ഇലക്ഷൻ പ്രചരണത്തിന്റെ തിരക്കിലും കൂടിയാണ്. സൗമ്യ ഇലക്ഷൻ പ്രചരണത്തിന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വരണമെന്ന് മാത്രം വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു, അല്ലെങ്കിൽ നിശബ്ദ പ്രചരണത്തിന്റെ അന്ന്. ഇന്നലെ വസ്തുതയ്ക്ക് നിരക്കാത്ത കുറെ പ്രസ്താവനകൾ പടച്ചുവിടുന്ന സമയത്ത് ഒരു ഫ്ലൈറ്റ് പിടിച്ചു വരാൻ സൗമ്യയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നും അത് സൗമ്യയുടെ ഭാഗം, ഡോക്ടർ സൗമ്യയുടെ ഭാഗം എങ്ങനെ വ്യക്തമാക്കി തന്നെ പറയണം എന്നുള്ളതിന്റെ കൃത്യം ബോധ്യത്തിലാണ് സൗമ്യ വന്നിരിക്കുന്നത്. തുടക്കത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. ഇതാണ് എന്റെ വീട്. നിങ്ങൾ എല്ലാവരും എന്നെ വന്ന് കണ്ടിരിക്കുന്ന വീട് ഇവിടുന്ന് ഒരു 250 മീറ്റർ അപ്പുറത്താണ്. അന്നും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറഞ്ഞിരുന്നു, എന്റെ സ്വന്തം വീട്ടിൽ താഴത്തെ നിലയിൽ ഞങ്ങളുടെ കുടുംബ സുഹൃത്ത് എന്ന് വിളിക്കാവുന്ന ഒരു ഡോക്ടറും അവരുടെ ഹസ്ബൻഡും താമസിക്കുന്നുണ്ട്. അവര് അവിടെ താഴത്തെ നിലയിൽ താമസം തുടരുകയാണ് എന്നുള്ളത് കൊണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്. വയസ്സായ അമ്മമാരുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് താമസം മാറിയത് പോലും. ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ എന്നെ കാണാനും അല്ലാതെയുമൊക്കെ വരാൻ സാധ്യതയുള്ളവരുടെ ഒരു ബുദ്ധിമുട്ട് എന്നെ ഹരിയേട്ടനും കുടുംബവും അറിയിച്ചിരുന്നു. അവരിതാ ഈ മാസം റിട്ടയർ ആവാണ് ഡോക്ടർ മീന. അവരെ ഈ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറ്റി പൂർണ്ണമായും ഇവിടെ താമസിക്കേണ്ട ഒരു സാഹചര്യമൊന്നും എനിക്ക് ഇല്ലാത്തത് കൊണ്ടുകൂടി തന്നെയാണ് ഞാൻ മറ്റൊരിടം തേടി ഒരു 200 മീറ്റർ അപ്പുറം താമസിച്ചു തുടങ്ങിയതും നിങ്ങളെല്ലാവരും എന്നെ അവിടെ കണ്ടു തുടങ്ങിയതും. ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് ധരിച്ചു വെച്ചത് അതാണ് എന്റെ വീട് എന്നും അവിടെ ഞാൻ താമസം തുടങ്ങിയിട്ട് 2 മാസമോ 3 മാസമേ ആയിട്ടുള്ളൂ എന്നുള്ളതുമാണ്. എങ്കിൽ ഇവിടെ ഞാൻ താമസിച്ചിരുന്ന കാലയളവ് എത്രയാണെന്ന് അദ്ദേഹത്തിന് വന്ന് ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ ചോദിച്ചറിഞ്ഞ് ബോധ്യപ്പെടുകയോ ഒക്കെ ചെയ്യാം. ഈ വീട് വാങ്ങിയിട്ട് 7 വർഷത്തിലേറെയായോ. 2018 സൗമ്യയുടെ സമ്പാദ്യവും എന്റെ കുറച്ച് നീക്കിയിരിപ്പും വെച്ചാണ് ഈ വീട് വാങ്ങുന്നത്. അതിനുശേഷം ഇപ്പോഴത്തെ വാടകയിലുള്ള ഹരിയേട്ടനും കുടുംബവും ഡോക്ടർ മീനയും ഇവിടെ 2020 ഡിസംബർ മുതലോ മറ്റെയാണ് തോന്നുന്നു അവർക്ക് നമ്മൾ താഴത്തെ ഭാഗം റെന്റ് ചെയ്ത് കൊടുത്തത്. ഇനി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ഈ വീടിന്റെ പേരിൽ ഞാനൊരു വോട്ടർ ഐ ഡിക്ക് അപേക്ഷിച്ചത് എങ്ങനെയാണ് തെറ്റാവുക എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനും സൗമ്യയും ഈ വീടിന്റെ പേരിൽ 2018 മുതൽ ഞങ്ങളുടെ കൈവശമുള്ള കാശ് കൊടുത്തു വാങ്ങിയതിന്റെ ആധാരവും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. സൗമ്യ അതൊക്കെ കാണിക്കും. എന്റെ അതൊന്നുമില്ല. അപ്പോ അതടക്കമുള്ള ഈ വീടിന്റെ പേരിൽ ഇവിടെ താമസം തുടരുന്ന ആളുകൾ എന്നുള്ള രീതിയിലൊക്കെ എന്താണ് ഇതിൽ അസ്വാഭാവികത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശരിയാണ്, ഞാൻ പാർലമെന്റിന് വോട്ട് ചെയ്തത് 2024 പാർലമെന്റിന് വോട്ട് ചെയ്ത ഒറ്റപ്പാലത്താണ്. സൗമ്യയും വോട്ട് ചെയ്തത് ഒറ്റപ്പാലത്ത് തന്നെയാണ്. അത് ഷാർജയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് വന്ന് വോട്ട് ചെയ്ത് പോയ ഒരാളാണ് സൗമ്യ. 2022-23 കാലഘട്ടത്തിലാണ് സൗമ്യ ഒരുപക്ഷെ എന്റെ കൂടെ ഏറ്റവും കൂടുതൽ കാലം ഇവിടെ മുകളിൽ താമസിച്ചത്. കാരണം സൗമ്യ അവൈറ്റിസ് ആശുപത്രിയിൽ ഷാർജയിലേക്ക് പോകുന്നതിന്റെ തൊട്ടു മുന്നേയുള്ള 11 മാസത്തിൽ കൂടുതൽ, ഏകദേശം 1 വർഷത്തോളം കാലം അവൈറ്റിസ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ നിന്ന് പോയി വന്നിരുന്ന ഒരാളും കൂടിയായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സ്ഥിരതാമസാവകാശമുള്ള ഞങ്ങളുടെ കൈവശമുള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഒരു വോട്ടിന് അപേക്ഷിച്ച് ആ വോട്ടർ ഐ ഡി കാർഡായി തപാലിൽ അയച്ചു കിട്ടിയ എന്റെ വോട്ടർ ഐ ഡി കാർഡാണിത്. എന്റെ അഡ്രസ്സിൽ വന്നിരിക്കുന്നത് ഇതിലുണ്ട്. ചിന്താനഗർ, പാലക്കാട്. വീട്ടു നമ്പറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതിലെവിടെയാണ് അസ്വാഭാവികത എന്ന് ഇനി വെളിവാക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. ഞാൻ ഇവിടെ എന്റെ അഫിഡവിറ്റിൽ എന്തൊക്കെയോ തിരിമറി നടത്തിയെന്നൊക്കെ ഇന്നലെ BJPയും പറയണ കേട്ടു. ഈ വീടിന്റെ എന്താ പറയാ ഡീറ്റെയിൽസ് വെച്ചിട്ടില്ല. ഇതെന്റെ അഫിഡവിറ്റ് ആണ്. അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഇലക്ഷൻ അഫിഡവിറ്റ് ഞാൻ കൊടുത്തത്. അതിപ്പോ ഓൺലൈനായിട്ടും കിട്ടുന്നതാണ്. വളരെ കൃത്യമായിട്ട് എന്റെ ഭാര്യയുടെ പേരിലുള്ള പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു BJP അത് ഇന്ന് മലക്കം മറിഞ്ഞു. അല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് വീടില്ല എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ സ്വന്തം വീട്ടിലല്ല താമസം എന്നൊക്കെയാണ് ഇന്ന് മലക്കം മറിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ പാലക്കാട് ജില്ലയിലെ 1,95,000 വോട്ടർമാരിൽ പാലക്കാട് ജനിച്ചു വളർന്നവർ എന്നുള്ള ഐഡന്റിറ്റിയിലുള്ളവർ 2 പേർ മാത്രമാണ്. ഒരു 70% വരെ പോകാം. ബാക്കി 50,000-ഓളം വോട്ടർമാർ ഇവിടെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വന്ന് സെറ്റിൽ ചെയ്തവരോ ഇവിടെ ഒരു ജോലി ആവശ്യത്തിനോ ഒരു വീട് വാങ്ങിയിട്ടോ ഒക്കെ ഇവിടുത്തുകാരായി മാറിയതാണ്. ഞാൻ പാലക്കാടുകാരനാണ് എന്ന് പറയുന്നതാണ് പലർക്കും സങ്കടമെങ്കിൽ ഞാനതിനെന്താ ചെയ്യാം? ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജനിച്ചത് തിരുവില്ലാമലയിലും പഠിച്ചത് പഴയന്നൂരും പിന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടും അതിനുശേഷം ജോലിയായിട്ട് തിരുവനന്തപുരത്തും ബാംഗ്ലൂരും. ഇതൊക്കെ തുറന്ന
എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. 33ാമത്തെ വയസ്സിൽ ജോലി രാജിവെച്ച ശേഷം ഞാൻ ആദ്യമായി ഒരു വാടക വീട്ടിൽ ഒറ്റപ്പാലത്ത് താമസം തുടങ്ങുന്നു. 2 കൊല്ലത്തിന് ശേഷം പാലക്കാട് ഒരു വീട് വാങ്ങുന്നു. പാലക്കാടും ഒറ്റപ്പാലത്തുമായിട്ട് താമസം തുടരുന്നു. എന്റെ ഈ വീട്ടിലേക്കുള്ള ഐഡിയിലേക്ക് വോട്ട് മാറ്റിയത് വളരെ അടുത്ത് മാത്രമാണ് എന്നുള്ളത് എങ്ങനെയാണ് ഇത്രയും വലിയ കൊടും ബാധകമാകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഒറ്റപ്പാലത്ത് വളരെ കൃത്യമായിട്ട് ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ഒരു 5 വർഷക്കാലമായിരുന്നു എന്റെ 2016-21 കാലഘട്ടം. ആ കാലഘട്ടത്തിലും അതിനുശേഷവും എനിക്ക് ഒറ്റപ്പാലത്ത് വാടക വീട് മാത്രമായിരുന്നു. ആ വാടക വീട്ടിലെ റെന്റ് അഗ്രിമെന്റിന്റെ പേരിലുള്ള ഡോക്യുമെന്റിൽ നിന്നാണ് എനിക്ക് അവിടുത്തെ വോട്ടർ ഐ ഡി പോലും കിട്ടുന്നത്. അപ്പോ ഇതൊക്കെ വസ്തുതകൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ കോൺഗ്രസും BJPയും വ്യാപകമായി ആളില്ലാത്ത വീടിന്റെ വാടക വീടാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത, വീട്ടു നമ്പർ ഇല്ലാത്ത, വളരെ വളരെ രഹസ്യാത്മക സ്വഭാവം എന്നുള്ള രീതിയിലൊക്കെ നടത്തിയ ചില പ്രവർത്തനങ്ങൾ ഇരട്ട വോട്ടാണ്, വ്യാജ വോട്ടാണെന്ന് പറഞ്ഞ് കൃത്യമായി CPM 2 ദിവസം മുന്നേ പരാതിയുമായി വന്നപ്പോ അതിനെ തടയിടാൻ വ്യക്തിയധിക്ഷേപം നടത്തി വോട്ടിൽ നിന്നും വ്യാജമാണ് എന്നും ഡോക്ടർ സരിനും ഡോക്ടർ സൗമ്യയും ഇവിടുത്തെ വോട്ടർമാരല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി രേഖകളുണ്ട് എന്നുമൊക്കെ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ തന്നെ അത് ഏറ്റുപിടിച്ച കോൺഗ്രസുകാരോടും അതൊക്കെ ഒന്ന് ഇതുപോലെ പത്രസമ്മേളനം നടത്തിയോ അല്ലെങ്കിൽ കൃത്യമായ ഒരു സംവാദത്തിന് വന്നോ അല്ലെങ്കിൽ എന്റെ വീടിന്റെ ആതിഥ്യം സ്വീകരിച്ചോ ഒന്ന് കൂടി വ്യക്തമാക്കണമെന്ന് കൂടി പറയുകയാണ്. സൗമ്യയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. സൗമ്യ ഇടപെടും. അതിനുശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി കേട്ട് മറുപടി പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം.